പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടർന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഇർഫാൻ ആലം എന്ന യുവ സംരംഭകനെക്കുറിച്ചാണ്. സമ്മാൻ എന്ന അദ്ദേഹത്തിന്റെ സംരംഭം എങ്ങനെയൊരു ത്രിചക്ര വിപ്ലവത്തിന് തുടക്കമിട്ടു എന്ന് നമുക്ക് നോക്കാം. 1. ഒരാശയം പിറന്നുവീണ കഥ. ഇർഫാൻ ആലമിന് 17 വയസ്സുള്ളപ്പോൾ ഒരു റിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിന് അതിയായ ദാഹം തോന്നി. അദ്ദേഹം റിക്ഷാക്കാരനോട് വെള്ളം ചോദിച്ചു. പക്ഷേ വെള്ളം വാങ്ങി വയ്ക്കാനുള്ള പണമില്ലാത്തതുകൊണ്ട് വെള്ളമെടുത്തിട്ടില്ലെന്ന് റിക്ഷാക്കാരൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റിക്ഷകളിൽ വെള്ളം വിൽക്കുന്ന ഒരു വിപണിയുണ്ടെന്ന് ഇർഫാന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം 5 റിക്ഷാ തൊഴിലാളികളുമായി സംസാരിക്കുകയും ഓരോരുത്തർക്കും 8 വെള്ളക്കുപ്പികൾ വീതം നൽകുകയും ചെയ്തു. വിൽക്കുന്ന ഓരോ കുപ്പിയിൽ നിന്നും ലഭിക്കുന്ന 2 രൂപ ലാഭം അവർക്ക് തുല്യമായി പങ്കിടാമെന്ന് ഇർഫാൻ പറഞ്ഞു. ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന് 8 രൂപ ലാഭം ലഭിച്ചു. ഈ സംഭവം ഇർഫാൻ ഒരു പ്രശ്നപരിഹാരകനാകാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുന്നു. 2. സംരംഭകത്വം അദ്ദേഹത്തിന്റെ രക്തത്തിൽ. ഇർഫാന് ചെറുപ്പം മുതലേ ബിസിനസ്സിൽ താൽപ്പര്യമുണ്ടായിരുന്നു. 1992-ൽ ഓഹരി കമ്പോളത്തിൽ തട്ടിപ്പു നടന്നപ്പോൾ അച്ഛനും സുഹൃത്തുക്കൾക്കും പണം നഷ്ടപ്പെട്ടു. ഇതിനെ തുടർന്ന് ഓഹരി കമ്പോളത്തെക്കുറിച്ച് ഇർഫാൻ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് അച്ഛന്റെ സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുകയും ലാഭമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ 13-ാം വയസ്സിൽ സ്വന്തമായൊരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്ഥാപനം തുടങ്ങാൻ പ്രേരിപ്പിച്ചു. 3. സമ്മാൻ എന്ന സ്വപ്നം. 2006-ൽ ബിസിനസ് ബാസികർ എന്ന TV ഷോയിൽ പുതിയ ബിസിനസ് ആശയങ്ങൾ ക്ഷണിച്ചു. റിക്ഷാ മേഖലയെ സംഘടിപ്പിച്ച് ലാഭകരമായ ഒരു സംരംഭമാക്കി മാറ്റുക എന്നതായിരുന്നു ഇർഫാന്റെ ബിസിനസ് പ്രപ്പോസൽ. പരസ്യം ചെയ്യാനും വെള്ളം, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡുകൾ, പത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും കഴിയുന്ന തരത്തിൽ റിക്ഷകൾക്ക് രൂപമാറ്റം വരുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. ഷോയിൽ വിജയിച്ച ഇർഫാന് 150 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. പക്ഷേ ഈ പണം അദ്ദേഹം നിരസിച്ചു. കാരണം റിക്ഷാ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, തിരിച്ചറിയൽ കാർഡ്, യൂണിഫോം എന്നിവ നൽകി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി ഇത് നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. TV ഷോയുടെ സംഘാടകർ ഈ മോഡലിനോട് യോജിച്ചില്ല. 2007-ൽ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച മൂലധനം ഉപയോഗിച്ചാണ് അദ്ദേഹം സമ്മാൻ സ്ഥാപിച്ചത്. 4. സമ്മാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? 1. സമ്മാനിൽ ചേരുന്ന ഒരു റിക്ഷാ തൊഴിലാളിയെ ആദ്യം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. തുടർന്ന് അടിസ്ഥാന മര്യാദകളെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും പരിശീലനം നൽകുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാൻ സമ്മാൻ സഹായിക്കുന്നു. സമ്മാൻ ഒരു ഗ്യാരണ്ടറായി നിൽക്കുന്നതുകൊണ്ട് റിക്ഷാ തൊഴിലാളികൾക്ക് ഇപ്പോൾ വായ്പകൾ ലഭിക്കുന്നുണ്ട്. റിക്ഷാ തൊഴിലാളികൾക്ക് അപകട ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു. കൂടാതെ അവർക്ക് തിരിച്ചറിയൽ കാർഡും യൂണിഫോമും നൽകുന്നു. സമ്മാൻ റിക്ഷകളിൽ പരസ്യം ചെയ്യാനും വെള്ളം, ജ്യൂസ്, മൊബൈൽ ഫോൺ, പ്രീപെയ്ഡ് കാർഡുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സൗകര്യമുണ്ട്. പരസ്യം, ഉൽപ്പന്ന വിൽപ്പന എന്നിവയിൽ നിന്നുള്ള ലാഭം റിക്ഷാ തൊഴിലാളിയും സമ്മാനം തുല്യമായി പങ്കിടുന്നു. റിക്ഷാ തൊഴിലാളികൾക്ക് രാത്രികാരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഴുവൻ അവർക്ക് തന്നെ ലഭിക്കും. ഇതിലൂടെ റിക്ഷാ തൊഴിലാളികളുടെ വരുമാനം 30%-40% വരെ വർദ്ധിച്ചു. മറ്റു നേട്ടങ്ങൾ. പണപരമായ നേട്ടങ്ങൾ കൂടാതെ സമ്മാൻ റിക്ഷാ തൊഴിലാളികൾക്ക് ആത്മാഭിമാനവും അവകാശബോധവും നൽകുന്നു. ഓപ്പറേറ്റർമാരുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരുടെയും കുട്ടികൾക്കും സൗജന്യമായി വൈകുന്നേരങ്ങളിൽ സമ്മാൻ ഗ്യാൻ എന്ന ക്ലാസ്സിൽ പഠിക്കാം. മുൻപ് താഴ്ന്ന ജോലിക്കാരെന്ന് കരുതപ്പെട്ടിരുന്നവർക്ക് ഇത് അന്തസ്സും അംഗീകാരവും നൽകി. റിക്ഷയുടെ ഭാവിയെക്കുറിച്ച്. സൈക്കിൾ റിക്ഷകൾ ഒരു കാലഹരണപ്പെട്ട വാഹനമല്ല. ഡൽഹിയിൽ റിക്ഷകളുടെ എണ്ണം കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ 30% വർദ്ധിച്ചു. മെട്രോ സ്റ്റേഷനുകളിലേക്ക് യാത്രികരെ എത്തിക്കാൻ ഇത് ഏറ്റവും ഉചിതമായ ഗതാഗത മാർഗമാണ്. റിക്ഷകൾ പരിസ്ഥിതി സൗഹൃദമായതുകൊണ്ട് അവ ഭാവിയിലെ വാഹനങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റിക്ഷകൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനം ഗവേഷണം നടത്തുന്നു. വിദ്യാർത്ഥികളോടുള്ള ഉപദേശം. സ്വപ്നം കാണുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശരിയായ കണക്കുകൂട്ടലുള്ള അപകടസാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായി സംരംഭകത്വത്തെ കാണണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറയുന്നു. നന്ദി.